യോഗശാസ്ത്രമനുസരിച്ച് ഒരാൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നിടത്തോളം കാലം അയാൾക്കുള്ളിൽ ഒരു ജപം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ സോ എന്നും പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്നും നാദം ഉണ്ടാകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. സോഹം എന്ന ഈ മന്ത്രശബ്ദത്തെയാണ് അജപഗായത്രി എന്ന് വിളിക്കുന്നത്. 21,600 തവണ ഒരു ദിവസം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ ജപം നടക്കുന്നുവത്രേ. പ്രാണൻ പുറത്തേക്ക് പോകുന്നത് ഹകാര ശബ്ദത്തിലും ഉള്ളിലേക്ക് വരുന്നത് സകാര ശബ്ദത്തിലുമാണ്. ഇങ്ങനെ ജീവൻ സദാ ഹംസം എന്ന് ജപിക്കുന്നുവെന്നും അതുല്യമായ ഈ മന്ത്രത്താൽ മനുഷ്യൻ പാപവിമുക്തനായി ബ്രഹ്മസ്ഥാനം പ്രാപിക്കുന്നുവെന്നും ധ്യാനബിന്ദൂപനിഷത്ത് വ്യക്തമാക്കുന്നു. നാഭിരന്ധ്രത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ഈ ജപം വിഷയവ്യാപ്തി വിവർജിതമാണ്. ക്ഷീരത്തിൽ നിന്നും ഉണ്ടാകുന്ന നെയ്യ് എന്നതുപോലെ പഞ്ചപ്രാണായാമത്താൽ ഇതിനെ അറിയണം. ഹംസം ഹംസം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനി ജരാരോഗാദികളാൽ ആക്രമിക്കപ്പെടുന്നില്ല എന്നു മാത്രമല്ല, സിദ്ധികളും വിഭൂതികളും അയാൾക്ക് പ്രാപ്തമായി വരുന്നു. ഇതിനെക്കുറിച്ച് ഹംസോപനിഷത്ത് ഇപ്രകാരം വിശദീകരിക്കുന്നു. ഋഷി ഹംസമാണ്, ഛന്ദസ് അവ്യക്ത ഗായത്രിയും, ദേവത പരമഹംസർ, ബീജം ഹം, കീലകം സോഹം. ഇപ്രകാരം ഷഡ്സംഖ്യ മുഖേന ഒരു ദിനം 21,600 പ്രാവശ്യം ശ്വസിക്കപ്പെടുന്നു. സൂര്യായ സോമായ നിരഞ്ജനായ നിരാഭാസായ തനുസൂക്ഷ്മ പ്രചോദയാദിതി അഗ്നിശോമാഭ്യാം വൗഷഡ്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹൃദയം മുതലായ അംഗങ്ങളെയും കരങ്ങളെയും ന്യാസം ചെയ്യണം. അഷ്ടദളത്തോടു കൂടിയ ഹൃദയകമലത്തിൽ ഹംസാത്മാവിനെ ധ്യാനിക്കണം. ഈ ഹംസത്തിൻ്റെ ചിറകുകൾ അഗ്നിയും ചന്ദ്രനുമാകുന്നു. മസ്തിഷ്കം ഓംകാരവും, നേത്രം ബിന്ദുവും, മുഖം രുദ്രനും, 2 പാദങ്ങൾ രുദ്രാണിയും, കൈകൾ കാലവും, പാർശ്വങ്ങൾ അഗ്നിയുമാകുന്നു. പശ്യന്തിയും അനാകാരവും 2 പാർശ്വങ്ങളാകുന്നു. പരമഹംസം കോടി സൂര്യതുല്യ പ്രകാശസ്വരൂപനും സർവവ്യാപിയുമാണ്. അതിൻ്റെ പ്രവൃത്തികൾ 8 വിധത്തിലാണ്. അത് പൂർവദിക്പത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിദ്രാലാസ്യങ്ങൾ ഉണ്ടാകുന്നു. ദക്ഷിണദിക്പത്രത്തിൽ നിൽക്കുമ്പോൾ ക്രൂരപ്രവൃത്തികളിലൂടെ ബുദ്ധി സഞ്ചരിക്കുന്നു. നിര്യതേ കോണിലായിരിക്കുമ്പോൾ ബുദ്ധി പാപകർമ്മത്തിലേക്ക് പോകുന്നു. പശ്ചിമ ദിക്പത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വിനോദങ്ങളിൽ ഏർപ്പെടാനും വായുകോണിലായിരിക്കുമ്പോൾ സഞ്ചരിക്കാനും തോന്നുന്നു. വടക്ക് ദിക്പത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ രതി താൽപര്യം തോന്നുന്നു. മധ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നിർവേദാവസ്ഥ തോന്നുന്നു. ഈ ഹംസം ഹൃദയകമലത്തിൻ്റെ കേസരത്തിലിരിക്കുമ്പോൾ ജാഗ്രതാവസ്ഥയും, കർണികയിലിരിക്കുമ്പോൾ സ്വപ്നാവസ്ഥയും, മധ്യഭാഗത്ത് സൂക്ഷ്മസ്ഥാനത്തിരിക്കുമ്പോൾ സുഷുപ്തിയും അനുഭവപ്പെടുന്നു. ഹംസം ഹൃദയകമലത്തെ ത്യജിക്കുമ്പോൾ തുരീയാവസ്ഥയിലേക്ക് പോകുന്നു. അത് നാദത്തിൽ ലയിക്കുമ്പോൾ തുരീയാതീതൻ, ഉന്മനൻ, അജപോപസംഹാരൻ എന്നീ പേരുകളാൽ വിളിക്കപ്പെടുന്നു. ഇപ്രകാരം സർവഭാവങ്ങളും ഹംസത്തിന് വശംവദമാണ്. മനസ്സിലിരുന്നു കൊണ്ടാണ് വിചാരിക്കുന്നത്. 1 കോടി ജപിക്കുമ്പോൾ നാദാനുഭവം ഉണ്ടാകുന്നു. ഇനി പറയുന്ന നാദങ്ങളെല്ലാം ഹംസത്തിന് അധീനമാണ്. അവ 10 വിധമുണ്ട്. 1-ാമത്തേത് ചിണി, 2-ാമത്തേത് ചിഞ്ചിണി, 3-ാമത്തേത് ഖണ്ഡാനാദം, 4 ശംഖനാദം, 5 തന്ത്രീനാദം, 6 താളനാദം, 7 വേണുനാദം, 8 മൃദംഗനാദം, 9 ഭേരീനാദം, 10 മേഘനാദം. ഇവയിൽ 9 ഉപേക്ഷിച്ച് 10-ാമത്തേത് മാത്രം അഭ്യസിക്കേണ്ടതാണ്. പ്രഥമനാദത്തിൻ്റെ പ്രഭാവം ഗാത്രത്തിലാണ്. 2-ാമത്തേത് ഗാത്രത്തെ ഭഞ്ജിക്കുന്നു. 3-ൽ വിയർക്കുന്നു. 4-ൽ ശിരസിൽ കമ്പനം സംഭവിക്കുന്നു. 5-ൽ താലൂസ്രാവം, 6-ൽ അമൃതവർഷം, 7-ൽ ഗൂഢവിജ്ഞാനം പ്രാപ്യമാകുന്നു. 8-ൽ പരാവാച,
9 ശരീരത്തെ അദൃശ്യമാക്കുവാനുള്ള വിദ്യയും ദിവ്യദൃഷ്ടിയും. 10 പരബ്രഹ്മജ്ഞാനം. 10ാമത്തെ നാദത്തിലെത്തുമ്പോൾ മനസ്സ് ഹംസത്തിൽ ലയിക്കുന്നു. പുണ്യപാപങ്ങൾ നശിക്കുന്നു. സദാശിവരൂപമായും ശക്തിരൂപിയായും എല്ലാത്തിൻ്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായും സ്വയം പ്രകാശിക്കുന്നതായും ശുദ്ധിബുദ്ധിയായും നിത്യമായും നിരഞ്ജനമായും ശാന്തസ്വരൂപത്തിൽ പ്രകാശമാനമായും തീരുന്നു. ഇപ്രകാരം വേദം പ്രവചിക്കുന്നു.